ജ്യോതിഷപന്തിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് 2025 മെയ് മാസ ഫലമാണ്. മെയ് മാസം 1-ാം തീയതി മുതൽ 31-ാം തീയതി വരെയുള്ള ഒരു മാസത്തെ ഫലം. അത് തുലാം രാശിക്കാരായിരിക്കുന്ന ചിത്തിരയുടെ 3-4 പാദങ്ങളും ചോതിയും വിശാഖത്തിന്റെ ആദ്യത്തെ 1, 2, 3 പാദങ്ങളും അടങ്ങുന്ന നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുകയും പേരും നക്ഷത്രവും ചേർത്ത് കമന്റ് ചെയ്യുകയും ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. തുലാം രാശിക്കാരായിരിക്കുന്ന നക്ഷത്രക്കാർക്ക് മെയ് മാസത്തിൽ വളരെയധികം നല്ല അനുഭവങ്ങൾ വന്നിച്ചേരും. അതായത് പ്രത്യേകിച്ച് ഗ്രഹങ്ങളുടെ സ്ഥിതി അനുസരിച്ച് നോക്കുമ്പോൾ മെയ് മാസം 14-ാം തീയതി സർവേശ്വരകാരകനായിരിക്കുന്ന സർവസമ്പത് പ്രദാത്രിയായിരിക്കുന്ന വ്യാഴം സർവ ഐശ്വര്യത്തോടും കൂടി തുലാം രാശിക്കാരുടെ 9-ാം ഭാവമായ മിഥുനം രാശിയിലേക്ക് മാറുകയാണ്. അത് 15 ദിവസം. ആദ്യത്തെ 15 ദിവസം ദൈവാധീന കുറവുണ്ട്. അത് ഒരു വർഷമായിട്ട് ഉള്ളതാണ്. എന്നാൽ ഇനി അങ്ങോട്ട് ഒരു വർഷത്തേന് ദൈവാധീനം വർദ്ധിക്കുന്നു. അപ്പം മെയ് മാസം 2-ാമത്തെ പകുതി തുലാം രാശിക്കാർക്ക് അഭിവൃദ്ധിയുടെ കാലമാണ്. പാപന്മാർക്ക് നിൽക്കാൻ പറ്റുന്ന ഇഷ്ടഭാവമായ 6-ാമിടത്താണ് രാഹുവും ശനിയും സ്ഥിതി ചെയ്യുന്നത്. അത് വളരെ അനുകൂലമായിട്ടാണ് പാവൻ ഗ്രഹമാണെങ്കിലും അവയുടെ സ്ഥിതി. 11-ാം ഭാവാധിപൻ നിവൃത്തിസ്ഥാനത്ത് ഉച്ചനായിട്ട് നിൽക്കുന്നു. ചില കാര്യങ്ങൾക്ക് ഗുണവും ചില കാര്യങ്ങൾക്ക് ദോഷവുമാണ്. അതായത് ദാമ്പത്യ ജീവിതത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാതെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ്. എന്നിരുന്നാൽ വിദേശത്ത് പോകുന്ന കാര്യത്തിനോ സ്വന്തം നാട് വിട്ട് ജോലിക്കോ വിദ്യാഭ്യാസത്തിനോ പോകുന്നവർക്കൊക്കെ വളരെ അനുകൂലമായ സ്ഥിതിയാണ് ആദിത്യന്റെ സ്ഥിതി കൊണ്ട് കാണുന്നത്. ധനസ്ഥാനത്തിന്റെ അധിപനായിരിക്കുന്ന ചൊവ്വ തൊഴിൽ സ്ഥാനത്ത് ബലവാനായിട്ട് നിൽക്കുന്നു. അതായത് തുലാം രാശിയുടെ കേന്ദ്ര രാശിയാണ് കർക്കിടകം രാശി. കേന്ദ്രത്തിൽ നീചം ഭവിച്ച് നിൽക്കുന്ന ഗ്രഹം നീചഭംഗം ചെയ്യപ്പെടും എന്നാണ്. നീചഭംഗത്തോടുകൂടി അത് ചില ദിവസങ്ങളിലെങ്കിലും അപ്രതീക്ഷിതമായ ചില രാജയോഗങ്ങൾ കൊണ്ടുതരും. ലോട്ടറി അടിക്കുക, അല്ലെങ്കിൽ ഗവൺമെന്റിൽ നിന്ന് ഏതെങ്കിലും തരത്തിലൊരു സാമ്പത്തിക നേട്ടമുണ്ടാകുക, ഗവൺമെന്റ് അല്ലെങ്കിൽ കുടുംബത്തിൽ നിന്ന് മാതാപിതാക്കൾ, അവരാണല്ലോ ഏറ്റവും അധികാരികൾ, അവരിൽ നിന്ന് പാരമ്പര്യമായ സമ്പത്ത് കിട്ടാനുള്ളത് ദീർഘകാലമായിട്ട് ആഗ്രഹിച്ചിട്ട് കിട്ടാത്തത് ഭൂമിയായാലും ഒരു ഗൃഹമായാലും ഒരു വാഹനമായാലും വന്നു ചേരുന്നതിനോ പ്രൈവറ്റോ അല്ലെങ്കിൽ തത്തുല്യ പദവിയോടുകൂടിയ ഗവൺമെന്റ് ജോലിയോ ഒക്കെ ലഭിക്കുന്നതിനും ഈ 2-ാമത്തെ പകുതിയുടെ സമയത്ത് സാധിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് എത്രയും ശ്രദ്ധയോടുകൂടി ലഭിക്കുന്ന അവസരങ്ങൾ വേണ്ട രീതിയിൽ വിനിയോഗിച്ചാൽ ഈ മെയ് മാസത്തിൽ ചില അപ്രതീക്ഷിതമായ നേട്ടങ്ങളും ഭാഗ്യാവസ്ഥകളും ധനാഗമന യോഗം, അത് ആരോഗ്യപരമായിട്ട് വളരെ മെച്ചമുള്ള ഒരു മാസമാണ്. അതായത് അധിക രോഗാവസ്ഥകളൊന്നും സൂചകമല്ല. പ്രധാനമായിട്ട് വാക്കുകൊണ്ട് അധിക ദേഷ്യമൊന്നും വരാതെ വളരെ ശ്രദ്ധിക്കണം എന്ന് മാത്രം. വിദേശത്ത് ഇപ്പോൾ ആയിരിക്കുന്നവർക്ക് ചില ശ്രദ്ധകളും ക്ഷമകളും വിട്ടുവീഴ്ചകളും ഒക്കെ ആവശ്യമാണ്. എന്നിരുന്നാലും വിദേശത്തിരിക്കുന്നവർക്ക് പൊതുവെ നല്ല ദൈവാധീനമുള്ള ഒരു സമയമാണ്. ദൈവാധീനമുണ്ട്, അതാണ് ഏറ്റവും പ്രധാനം. കുടുംബത്തെ സൂചിപ്പിക്കുന്ന ഭാവത്തിൽ ഏതെങ്കിലും തരത്തിലൊക്കെ കടങ്ങൾ കുടുംബവുമായി ബന്ധപ്പെട്ട വീട് സംബന്ധമായിട്ടോ മറ്റു തരത്തിലോ ഒക്കെ വാക്കാലോ ഉടമ്പടി മുഖേനയൊക്കെയുള്ള കേസുകളൊക്കെ ഉണ്ടെങ്കിലോ അതൊക്കെ വിട്ടുപോകുന്നതിനുമൊക്കെ യോഗമുണ്ട്. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിജയങ്ങൾ വന്നു ചേരും. ഇന്റർവ്യൂവിലൊക്കെ പങ്കെടുക്കുന്നവർക്ക് അത് പാസ്സാകുന്നതിനും അപ്പോയിന്റ്മെന്റ് ഓർഡർ കൈപ്പറ്റുന്നതിനുമൊക്കെ യോഗമുണ്ട്. കൃഷി കാര്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്കും വിജയപ്രദമാണ്. വാഹന സംബന്ധമായ ജോലികൾ ചെയ്യുന്നവർക്കും അത് വളരെ അനുകൂലമായിരിക്കുന്ന ഒരു സമയമാണ്. മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്കും
IT മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കുമൊക്കെ ഇനി ഒരു നല്ല ഒരു സുഗമമായ സമ്പദ്ഘടന ഉണ്ടാകുന്ന രീതിയിൽ പ്രൊമോഷൻ കിട്ടുന്നതിനും ഓഫീസിൽ ഒക്കെ വെച്ചാണെങ്കിലും ചില അംഗീകാരങ്ങൾ ലഭിക്കുന്നതിനുമൊക്കെ സൂചനയുണ്ട്. ചികിത്സകളൊക്കെ മെഡിക്കൽ രംഗത്ത് ജോലി ചെയ്യുന്നവർക്ക് അവർ ചെയ്യുന്ന ചികിത്സകളൊക്കെ ഫലിച്ച് നല്ല രീതിയിൽ ഒരു പ്രോഗ്രസീവായ രീതിയിലുള്ള കാര്യങ്ങൾക്കാണ് സൂചന കാണുന്നത്. ഊഹാപോഹ കച്ചവടക്കാർക്കും ഷെയർ മാർക്കറ്റിങ്ങിലൊക്കെ നഷ്ടം സഹിച്ച് നിൽക്കുന്നവർക്കും ഈ മാസം 15-ാം തീയതിക്ക് ശേഷം, അതായത് മെയ് മാസം 15-ാം തീയതിക്ക് ശേഷം വരുന്ന 15-ാം തീയതി വളരെ 15 ദിവസം വളരെ അനുകൂലമായിരിക്കുന്ന സന്ദർഭമാണ്. അതുപോലെ തന്നെയാണ് എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ, മറ്റ് തീരദേശവുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട ജോലികളൊക്കെ ഏർപ്പെട്ടിരിക്കുന്നവര്, ഒരു ചെറിയ കട നടത്തുന്നവരായാലും, അതുമല്ല ഇനി ഏതെങ്കിലും തരത്തിലൊരു ഉൽപാദിത രംഗത്ത് പ്രവർത്തിക്കുന്നവരോ, ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, കെട്ടിട നിർമ്മാണ സാമഗ്രികൾ നിർമ്മിച്ചു കൊടുക്കുക അല്ലെങ്കിൽ വിതരണം ചെയ്യുക, കെട്ടിടം പണിയിപ്പിക്കുന്നവര്, വസ്ത്ര നിർമ്മാണം ചെയ്യുന്നവര്, ഭക്ഷണം പാകം ചെയ്യുക അല്ലെങ്കിൽ അതുപോലെ ഹോട്ടൽ ബിസിനസ്സുകളൊക്കെ ചെയ്യുന്നവര്, അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു നല്ല ഒരു അനുകൂലമായിട്ട് സാമ്പത്തിക അഭിവൃദ്ധി വന്നു ചേരുന്ന രീതിയിലുള്ള ഒരു നല്ല മാസമാണ് ഈ മെയ് മാസം. അതുപോലെ തന്നെയാണ് മൃഗസംരക്ഷണ വിഭാഗം. മൃഗസംരക്ഷണം വളരെ പ്രധാനപ്പെട്ടതാണ്. ക്ഷീരോത്പാദനമായാലും മറ്റ് ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവർ വളരെ ധാരാളം ആൾക്കാരുണ്ട്. ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവർക്കുമൊക്കെ അവർ അനുകൂലമാണ്. അവർക്കൊക്കെ അവരുടെ മക്കളെ കൊണ്ടൊക്കെ വിജയങ്ങൾ വന്നു ചേരുന്നതിനും ഏതെങ്കിലും തരത്തിലൊരു ജോലിയൊക്കെ ലഭിക്കുന്നതിനും, പ്രായമായ മക്കളൊക്കെ ഉള്ളവർക്ക് ജോലി ലഭിക്കുന്നതിനുമൊക്കെ യോഗമുണ്ട്. ദമ്പതികളായിട്ടുള്ളവർക്കും പൊതുവെ ഐശ്വര്യപൂർണമായ കാലം. ഏറ്റവും പ്രധാനമായിട്ട് മഹാദേവന് ജലധാര പോലെയുള്ള വഴിപാടുകൾ ചെയ്യുക, ദേവീക്ഷേത്ര ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നതും നാഗരാജാവിന് മഞ്ഞൾപ്പൊടിയൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ ദോഷങ്ങളൊക്കെ മാറുകയും അഭിവൃദ്ധികളും ഐശ്വര്യങ്ങളും കുടുംബത്തും വ്യക്തിപരമായിട്ടും ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും വന്നു ചേരുകയും ചെയ്യും. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.